ഇപ്പോൾ സീസൺ 7 മലയാളം. അപ്പോൾ ഇന്നലെ നമ്മൾ അനീഷ ഒരു പ്രൊപ്പോസൽ സ്ട്രാറ്റജിയുമായിട്ട് അനുമോളിനോട് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, പറഞ്ഞു കഴിയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ട് അനുമോൾ സ്റ്റണ്ടായിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആദിലയോട് പറയുന്നു, നൂറയോട് പറയുന്നു, അത് ഷാനവാസ് പറയുന്നു. എന്താ ചെയ്യുക ഇവർ മൂന്നുപേരും എന്ന് പറയുന്നത്? അനുമോൾ, ആദില, നൂറ, ഷാനവാസ് എല്ലാം ബാക്ക് സ്റ്റാബ് ചെയ്യാൻ നിൽക്കുന്നവരാണ് അനുമോൾക്ക് എഗെയിൻസ്റ്റായിട്ട്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ അനുമോളെന്ന് പറഞ്ഞാൽ കൂടുതൽ മണ്ടത്തരം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെർഫെക്ഷനിസ്റ്റ് ആണ്, ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആണ്, പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതൊന്നും നേരായി വരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് അനുമോളിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആയത് കാരണം എല്ലാവരും തെറ്റിദ്ധരിക്കും. ഭയങ്കര ഡ്രാമ ക്യൂനാണ്, ഭയങ്കരമായിട്ട് കരയുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും എല്ലാവരും ഒരുപോലെ കാണുന്നത് കാരണം ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹേർട്ടാവുന്നൊരു പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓവർ എക്സ്പ്രസീവ്നെസ് കാരണമാണ് ഇപ്പോൾ അനീഷിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയിൽ വന്ന സമയത്ത് ആരെയും ഫ്രണ്ടായിട്ട് കണക്കാക്കാതിരുന്ന സമയത്ത് ഫ്രണ്ടായിട്ട് വന്നതാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഈ ആദില, നൂറ, അനുമോൾ. അപ്പോൾ ഇവരെല്ലാം അനീഷിനെ ഒന്ന് ആ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച വ്യക്തികളാണ്. അപ്പോൾ ഈ 4 പേർക്കും അനീഷിൽ ഒരു സ്ഥാനമുണ്ട്. അതായത് ഷാനവാസിൻ്റെ ഫ്രണ്ടായിട്ട് ആദില, നൂറ എന്നൊരു കപ്പിളായത് കാരണം അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. അനുമോളിൽ ഇതിന് മുന്നേ എന്താണ് ഒരു പെങ്ങളൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് ഇപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങിയതാണ്, 3 മാസമായി. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും കടന്നു പോകുന്നത് അവർക്കേ അറിയാവും അല്ല, നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പെങ്ങളൂട്ടി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഒരു വിവാഹ അഭ്യർത്ഥനയായിട്ട് അനീഷ് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം ഈ അനീഷ് എന്ന് പറയുന്ന ഒറ്റപ്പെടലിൽ കൂടി കടന്നു വന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് ഈ അനുമോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും, എല്ലാം ഓപ്പണായിട്ട് പറയും. എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര എക്സ്പ്രഷനിൽ കൂടിയാണ് ഓരോന്നും കൺവേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഒറ്റപ്പെടുത്താനും എല്ലാത്തിനും അതായത് എഗെയിൻസ്റ്റായിട്ട് പറഞ്ഞു ഒറ്റപ്പെടുത്താനാണ് അനുമോളിനെ ശ്രമിച്ചത്. അപ്പോൾ അതിനൊക്കെ ഒരു താങ്ങും തണലുമായി നിന്നത് ആരാണ്? അനീഷാണ്. അപ്പോൾ അതൊക്കെ അനുമോളിന് കിട്ടിയപ്പോൾ അനുമോൾക്ക് അതൊരു ബ്രദർലി ഫീലാണ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു ലവ് ട്രാക്ക് അനുമോൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അനുമോളിൻ്റെ ഭാഗത്തു നിന്ന് ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അനീഷ് കാണുമ്പോൾ അനീഷിന് ഒരു ലവ് ട്രാക്കിലേക്കാണ് അനീഷ് പോയത്, പെങ്ങളൂട്ടിയിൽ നിന്ന്. അത് സിറ്റുവേഷൻസാണ്. അതാണ് നമ്മൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും ഇല്ലേ. അപ്പോൾ അതായത് നമ്മൾ വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അനീഷിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേരും തെറ്റ് പറയാൻ പറ്റും. ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വീട്ടിൽ ആരെയും കാണാതെ ഇവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സാണ്. കാരണം ആദിലയും നൂറയും അങ്ങനെ ഒരു രീതിയിൽ അനീഷിനെ കാണാൻ പറ്റില്ല. ആകെയുള്ളത് അനുമോളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായാലും നമുക്ക് ആർക്കും തെറ്റ് പറയാൻ പറ്റും. ഇതൊരു ഗെയിം സ്ട്രാറ്റജിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്